ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഇന്നത്തെ. ഓക്കെ, ഇന്ന് എടുക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ അടുത്ത 48 മണിക്കൂറിൽ ഓക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് നോക്കാം. ഓക്കെ, അടുത്ത 48 മണിക്കൂറിൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. എന്തൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ സാധ്യത നോക്കാം. ആൻഡ് നിങ്ങൾക്ക് അതിനുവേണ്ടി കുറച്ച് പോസിറ്റീവ് അഫർമേഷൻസ് തരാം. അതായത് നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ എന്ത് തന്നെ വന്നാലും നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഓക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ. സോ നമുക്ക് ലെറ്റ്സ് സീ അടുത്ത 48 മണിക്കൂർ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെയായിരിക്കും. ഓ ഓക്കെ, അഫർമേഷൻസ് വെച്ച് കറക്റ്റ് ആയാലും. ഓക്കെ, 3 of Swords, Page of Swords and the World. ഓക്കെ ഓക്കെ, ഒരു കണക്കിന് നല്ലതാണ്. വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. സി എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിൻ്റെ എന്തിനാ അതുകൊണ്ട് ബാക്കി ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് എന്ത് വരും എന്നറിയാനാണ്. ഓക്കെ, വാവ് awesome. ഓക്കെ, ഇവിടെ ഒന്നാമത്തെ കാര്യം, അടുത്ത 48 മണിക്കൂർ നിങ്ങൾക്ക് ചില ഹാർട്ട് ബ്രേക്ക് ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, മേ ബി അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വഴക്ക് വരിക. അതിപ്പോൾ ആരും ആവാം, ലൈക്സ് റിലേഷൻഷിപ്പ് അല്ല ഞാൻ പറയുന്നത്, എന്തും ആവാം. നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, ഫാമിലിയിലാവാം, എന്തും ആയിക്കോട്ടെ. ഓക്കെ, ഒരു നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം അതെന്ത് തന്നെ ആയാലും, ലൈക്ക് ഒരു പേഴ്സണുമായിട്ട് ആവണം എന്നും നിർബന്ധമില്ല. ചിലപ്പോൾ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഓക്കെ നിങ്ങൾ വിചാരിച്ച പോലെ നടക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചിലപ്പോൾ പ്രതീക്ഷ ഇരുന്നിട്ടുണ്ടാവും, അത് നടക്കുന്നില്ല എന്ന രീതിക്ക്. നിങ്ങൾ എവിടെയും പോകാൻ ആഗ്രഹിച്ചു, അത് നടന്നില്ല. വേൾഡ് കാർഡ് ഉണ്ട് ഇവിടെ. സോ മേ ബി ട്രാവലിങ്ങിൻ്റെ നടന്നില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും പ്ലാൻ ഇട്ടു. ചെറിയ ചെറിയ കാര്യങ്ങളും ആവാം, വലുതും ആവാം. വീട്ടിൽ ചിലപ്പോൾ ആരെങ്കിലും മക്കളോ ഫാമിലിയിൽ ആരെങ്കിലും അച്ഛനോ അമ്മയോ ചിലപ്പോൾ നിങ്ങളെ വഴക്ക് എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ ഒരു വിഷമം വരുന്നതായിട്ടാണ്. അങ്ങനെ ചെറുതും ആവാം, വലുതും ആവാം. സോ പലതരം ആൾക്കാരാണ് ഇവിടെ കാണുന്നത്, പലതരത്തിലാവാം റീഡിങ്. ഓക്കെ, നിങ്ങൾ സിറ്റുവേഷൻ നിങ്ങൾക്കൊരു വിഷമം വരുന്നു എന്ന രീതിക്കാണ്. അതായത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം, ഒരു ഹാർട്ട് ബ്രേക്ക് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. അത് മോസ്റ്റ്ലി വഴക്ക് പോലെയുള്ള കാര്യങ്ങളാണ്. ആരോടെങ്കിലും വാക്ക് തർക്കം അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഒരു കോൺവെർസേഷനാണ് ഇവിടെ മെയിൻലി. ഓക്കെ, നിങ്ങൾ നമ്മുടെ ഒരു സംസാരം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഒരു വ്യക്തിയുമായിട്ടായിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും തർക്കം വരുന്നതായിരിക്കാം. സോ എന്തെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും. ആൻഡ് ഇവിടെ ഒരു എൻഡിങ് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളായിരിക്കാം ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കാം. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ചിലപ്പോൾ നിങ്ങൾ അറിയുന്നതായിരിക്കാം. ഒരു ക്ലാരിറ്റി വരുന്ന പോലെയുണ്ട്, നിങ്ങൾക്ക് ട്രൂത്ത് അറിയുന്ന പോലെയുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എനർജി ആക്ച്വലി ഐ തിങ്ക് നടക്കുന്നുണ്ട്. പ്രോബ്ലി പലരും ഇത് അനുഭവിക്കുന്നുണ്ടാവും ഓൾറെഡി. ചില കാര്യങ്ങൾ നിങ്ങൾ തിരിച്ചറിയും, വീട്ടുകാരെ കുറിച്ചായാലും ഫാമിലിയെ കുറിച്ചായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ചായാലും ട്രസ്റ്റ് ചെയ്ത് നിന്ന ആൾക്കാർ അവരെ കുറിച്ചായാലും ചില സിറ്റുവേഷൻസ് നിങ്ങൾ ഓക്കെ ഇങ്ങനെ മനസ്സിലാക്കിക്കോളൂ. നിങ്ങൾക്ക് നല്ലതല്ലാത്ത ചില സിറ്റുവേഷൻ ഓക്കെ അങ്ങനെ ആലോചിച്ചാൽ മതി. പക്ഷെ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ ഇവിടെ ഒരു എൻഡിങ് വരാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് ടെൻഷനും ആ വിഷമം വരുന്ന അതിൻ്റെ ആയിരിക്കും, ഒരു എൻഡിങ്ങിൻ്റെ ആയിരിക്കാം. ചില കാര്യങ്ങൾ അവസാനിക്കുന്നതാണ് ഇവിടെ, കംപ്ലീഷൻ എന്ന് പറയും. ഓക്കെ, അവസാനിക്കലാണ് ഇതിവിടെ. പക്ഷെ ഈ അവസാനം എപ്പോഴും പുതിയ തുടക്കം കൊണ്ടുവരിക, നിങ്ങൾ എപ്പോഴും ഓർക്കണം. ഓക്കെ, ഒന്നും ഈ ലോകത്ത് ലൈക്ക് അത്ര ഇതായിട്ട് ഞാൻ പറയുന്നില്ല, ബട്ട് ഒന്നും അവസാനിക്കുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഒന്ന് അവസാനിച്ചാൽ തന്നെ അതിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിലൊരു തുടക്കം അവിടെ ഉണ്ടാവും, ഉറപ്പാണ്. ഓക്കെ, സോ ഇവിടെ ഒരു എൻഡിങ് കാണുന്നുണ്ട്, വേൾഡ് കാർഡാണ്. അതിൻ്റെ ശേഷം പക്ഷെ ഒരു പുതിയ തുടക്കം എന്നുണ്ട്. നിങ്ങൾക്കത് ബേർഡൻ ആക്ച്വലി ഇത് എന്താ അറിയോ, ഈ എൻഡായി പോകുന്നത് എന്താ അറിയോ, നിങ്ങളുടെ ബേർഡൻസ് ആണ്. ഓക്കെ, നിങ്ങളുടെ മേലെ എടുത്തിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിങ്ങൾ ഒരുപാട് ഏറ്റെടുത്ത ഏതെങ്കിലും ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് തന്നായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ യാതൊരു ബെനിഫിറ്റും കിട്ടിക്കാണില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാം. സോ അതിൻ്റെ അത് ആ സിറ്റുവേഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, സോ അതൊരിക്കലും നിങ്ങൾക്കത് മോശമല്ല. ഇത് വേൾഡ് കാർഡ് എപ്പോഴും നല്ല കാർഡാണ്, പോസിറ്റീവ് കാർഡാണ്. എൻഡിങ് ആണെങ്കിലും ഇതിലൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ പ്രോമിസ് എപ്പോഴും ഉണ്ട് ഈ കാർഡിൽ. ഓക്കെ, സോ ഇവിടെ ഇത് എൻഡിങ് ആയാലും ഇത് ഫുള്ളായിട്ട് എൻഡിങ് അല്ല, കണ്ടില്ലേ. ഓക്കെ, ആക്ച്വലി ചിലത് എൻഡ് ആവില്ല എന്നുണ്ട്, അങ്ങനെയും പറയാം. ഓക്കെ, മേ ബി ഒരു സിറ്റുവേഷൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടാവാൻ ചില സൈക്കിൾസ് ആയിരിക്കും, ബട്ട് അത് എൻഡ് ആവുകയാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ എൻഡായി പോകുന്നു. ഓക്കെ, എന്ന് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാണ്. എനിവേ അത് കഴിഞ്ഞ പക്ഷെ വരുന്ന നോക്കിക്കോളൂ. ഈ സ്ട്രെസ്, എനിക്ക് ആ സ്ട്രെസ് ഫീൽ ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ സ്ട്രെസ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് ഇവിടെ സന്തോഷമാണ്, സെലിബ്രേഷനാണ്. ഓക്കെ, സോ ഇവിടെ ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിൽ പറയാം, നിങ്ങളുടെ ലൈഫിൽ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നതായിട്ട് പറയാം. അല്ലെങ്കിൽ ഇത് എന്ത് തന്നെ നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിലും മേ ബി അതിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും, അവരുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കുക. ഓക്കെ, നിങ്ങളെ കെയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക്
കിട്ടും. ഓക്കെ, ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കെയർ ചെയ്യാനുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് വരും. ഓക്കെ, അത് ആരോ ആയിക്കോട്ടെ, ഒരു വ്യക്തിയാവട്ടെ, ഫാമിലി ആവട്ടെ, ആരോ ആയിക്കോട്ടെ. ഓക്കെ, ഇവിടെ സന്തോഷങ്ങൾ കാണുന്നുണ്ട്, സെലിബ്രേഷൻ കാണുന്നുണ്ട്. ഇത് നിങ്ങളുടെ സെൽഫ് ലവ് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ അവനവനെ സ്നേഹിക്കുന്ന കാര്യം പറയും നമ്മൾ. ഓക്കെ, നിങ്ങൾ ഐ തിങ്ക് നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ തുടങ്ങുകയാണ്. ഈ ഒരു സ്ട്രെസ് മതിയായി. നിങ്ങൾ ഇതിവിടെ ഇത് 10 ഓക്കെ, ഇത് ആക്ച്വലി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നോക്കിക്കോളൂ. ഇങ്ങനെ ആക്ച്വലി ഈ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ഇത് എൻഡിങ് എന്ന രീതിക്ക് പറയും. 10 ആണ്, 10 എൻഡിങ് ആണ്. ഓക്കെ, 10 ഓഫ് വാൻസ് ആണ്. നിങ്ങൾ അത്രയും ബേർഡൻ നിങ്ങളുടെ മേലെ ക്യാരി ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മേലെ ഒരു സ്ട്രെസ്, ടെൻഷൻ, ഒരു അനാവശ്യമായ ബാഗേജ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അതിനെ നിങ്ങൾ താഴെയിടാണ്. താഴെയിടാനുള്ള ഇത് കഴിഞ്ഞ് ഇനി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, താഴെ ഇട്ടേ പറ്റൂ. ഓക്കെ, അങ്ങനെയാണ് യൂണിവേഴ്സ് അങ്ങനെ ചെയ്യിപ്പിക്കും നിങ്ങളെ കൊണ്ട്. സോ അതിനുശേഷം ഒരു പുതിയ തുടക്കം വരുന്നു എന്നും പറയാം നമുക്ക്. ഓക്കെ, സോ ആ ബേർഡൻസിനെ നിങ്ങൾ താഴെ ഇടാനുള്ള സമയമായിട്ടുണ്ട്. അതിൻ്റെ ഒരു ചെറിയ വേദന ഉണ്ടാവും, വിഷമം ഉണ്ടാവും. ബട്ട് അതിനുശേഷം വരുന്ന സന്തോഷങ്ങളാണ്. ഏസ് ഓഫ് കപ്സ് ആണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ ട്രാവലിംഗ് കാണുന്നുണ്ട്, ബ്ലെസ്സിങ് കാണുന്നുണ്ട്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്തൊക്കെയോ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. ഓക്കെ, സ്റ്റക്കായി നിന്ന് നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് പോകും. അങ്ങനെ എടുത്തോളൂ. ഓക്കെ, നിങ്ങൾക്ക് തോന്നി കാണാം എൻ്റെ ഒരു എൻഡ്ലെസ് സൈക്കിളിൽ എപ്പോഴും ലൈക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ സന്തോഷം തോന്നും, പിന്നെയും അവിടെ ഒരു സങ്കടം വരും. പിന്നെ കാരണം നിങ്ങളത് വേണം വെച്ച് നിങ്ങളുടെ മേലെ ക്യാരി ചെയ്യാണ്. ഓക്കെ, നിങ്ങളാണ് താഴെ ഇടാത്തത്. ഓക്കെ, ആ സിറ്റുവേഷൻ നിന്ന് മാറേണ്ടത് നിങ്ങളാണ്, ആ സിറ്റുവേഷനെ ചേഞ്ച് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഓക്കെ, ഈ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നേ പറ്റൂ. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സന്തോഷം, സെലിബ്രേഷൻ ഒക്കെ കാണുന്നുണ്ട്. കുറച്ച് സ്ട്രെസ്സാണ്, ടെൻഷനാണ്. മേ ബി ഈ വരുന്ന 2 ദിവസം ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പോൾ അത് ഈ സമയത്ത് ഇത് ഫേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഒരിക്കലും നിങ്ങൾ ഒരു നെഗറ്റീവ് കാര്യത്തിനെയും നെഗറ്റീവ് എന്തിനാ എനിക്ക് ഇങ്ങനെ തന്നതെന്ന് പറഞ്ഞ ദൈവത്തിനോട് ചോദിക്കരുത്, അങ്ങനെ പറയരുത്. ഓക്കെ, കാരണം അതിലും നിങ്ങൾക്ക് എന്തോ ഒരു ബ്ലെസ്സിങ് തീർച്ചയായിട്ടും ദൈവം കാണാതിരിക്കില്ല. ഓക്കെ, ഒരിക്കലും യൂണിവേഴ്സ് നിങ്ങളുടെ ഒരു മോശം ആഗ്രഹിക്കില്ല. നിങ്ങൾ അത്രത്തോളം വിശ്വസിക്കുന്ന ദൈവം. ഓക്കെ, നമ്മൾ സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുറ്റപ്പെടുത്തും, എന്തിനാ ദൈവമേ എനിക്ക് സങ്കടം. അപ്പൊ ആ സങ്കടം തന്ന ദൈവം തന്നെയല്ലേ നിങ്ങൾക്ക് ഈ സന്തോഷവും തരുന്നത്. ഓക്കെ, അപ്പൊ എന്താ അങ്ങനെ ചിന്തിക്കാത്തത്? അങ്ങനെ ചിന്തിക്കും. ഓക്കെ, മാറ്റി തുടങ്ങാം. അവനവന്റെ ചിന്തകളെ മാറ്റി ഷഫിൾ ചെയ്യുന്നു. ഓക്കെ, ഇത് ഗൈഡൻസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഗൈഡൻസ് നോക്കാം. ഐ ഹാവ് മോർ ദാൻ ഇനഫ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം നിങ്ങൾ എപ്പോഴും യൂണിവേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, എത്ര കുറവായാലും ശരി, എത്ര ചെറിയ ചെറിയ കാര്യങ്ങളായാലും ശരി, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് യൂണിവേഴ്സ് എപ്പോഴും തന്നുകൊണ്ടിരിക്കും. അതിനെല്ലാം നിങ്ങൾ എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഐ ഹാവ് മോർ ദാൻ ഇനഫ് എന്ന് അവനവനോട് പറയാം. ഐ ചൂസ് ടു റീപ്ലേസ് വറി വിത്ത് ലവ് ആൻഡ് അക്സെപ്റ്റൻസ്. യെസ്, കാര്യങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് പോവുക. ഓക്കെ, നിങ്ങളുടെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി നിങ്ങൾ അതിലെ സ്നേഹത്തോടെ അവിടെ സ്നേഹം കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് ദേഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ സങ്കടമോ ടെൻഷനോ ഒക്കെ വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഓക്കെ, അതിനെ ഫൊർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യാം. ലെറ്റ് ഗോ ചെയ്ത് നിങ്ങൾ അവനവൻ്റെ ഉള്ളിൽ ആക്ച്വലി സ്നേഹം നിറയ്ക്കുക. ആക്ച്വലി സെൽഫ് ലവ് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പം നിങ്ങൾ അവനവനെ സ്നേഹിക്കുക, അവനവനെ കെയർ ചെയ്യുക. ഓക്കെ, ഒരു കെയർ നിങ്ങൾ അവനവന് കൊടുക്കുക. വേറെ ആരും തന്നോ തന്നില്ല ഇതൊന്നും നിങ്ങൾ ആലോചിക്കേണ്ട. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ട്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവുകയും ചെയ്യും, അത് വേറെ കാര്യം. ഇവിടെ ഒരിക്കലും മീൻസ് നിങ്ങളെ സമാധാനിപ്പിക്കാൻ ഞാൻ പറയുകയാണ്. യൂണിവേഴ്സ് ഉണ്ട് എപ്പോഴും കൂടെ. ഇവിടെ നോക്കുന്ന പോലെയാണ്. യൂണിവേഴ്സ് നിങ്ങളെ കാണുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ കപ്പ് ഒരിക്കലും എം ടി ആവാൻ യൂണിവേഴ്സ് സമ്മതിക്കില്ല. ഓക്കെ, നിങ്ങൾ ഒരിക്കലും തനിച്ചാവാൻ യൂണിവേഴ്സ് സമ്മതിക്കില്ല. സോ അവിടെ നിങ്ങൾ സ്നേഹം കൊണ്ടുവരിക, നിങ്ങളുടെ മനസ്സിൽ സ്നേഹം കൊണ്ടുവരിക. അല്ലാണ്ട് ലൈക്ക് ഇപ്പോൾ നമ്മളടുത്ത് ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തിരിച്ചു പോയിട്ട് അവരെ ഭയങ്കര ഇതാക്കാനല്ല പറയുന്നത്, അങ്ങനെയല്ല. അവരെ ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. എവിടെയാണോ നിങ്ങളുടെ വേദന, ആ വേദന നിങ്ങൾ തന്നെ ഹീൽ ചെയ്യുക. ഹീലിംഗ് എന്ന രീതിക്കും പറയാം. യെസ്, ഇൻ ദിസ് മൊമെന്റ് ഓൾ ഈസ് വെൽ, ഇങ്ങനെ തന്നെ പറയാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ സ്ട്രെസ് ഒക്കെ തോന്നുന്ന സമയത്ത് പറയാം, ഇൻ ദിസ് മൊമെന്റ് ഓൾ ഈസ് വെൽ. ഓക്കെ, ഇത് ഓൾ ഈസ് വെൽ എന്ന് പറയുന്നത് നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ടോ? 3 Idiots നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ കണ്ടവർക്കറിയാം അല്ലെ. 3 Idiots പിന്നെ ഹിന്ദി മൂവിയിൽ പറയാറുണ്ട്, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ, ഓൾ ഈസ് വെൽ. ഓക്കെ, ഇങ്ങനെ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അവനവനെ ശരിയാവും, അല്ലെങ്കിലും എല്ലാം ശരിയാവും. ഒരിക്കലും നിങ്ങൾ ഒന്നും അങ്ങനെ എപ്പോഴും ഒരേപോലെ മോശമായിട്ട് എപ്പോഴും ഇരിക്കില്ല. മൈ മൈൻഡ് ഇസ് കാം ആൻഡ് അറ്റ് ഈസ്. ആക്ച്വലി യെസ്, നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക. ഓക്കെ, നിങ്ങൾ ഓരോ സമയത്തും റിയാക്ട് ചെയ്യുമ്പോൾ ദേഷ്യപ്പെട്ട് പെട്ടെന്നൊക്കെ നമ്മൾ റിയാക്ട് ചെയ്ത് പോകും, കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ശാന്തമാക്കാം മനസ്സിനെ. ഓക്കെ, സമാധാനമായിട്ട് അങ്ങനെ ഇരിക്കാം. മൈൻഡ് ഇസ് കാം ആൻഡ് അറ്റ് ഈസ്. അങ്ങനെ ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് ലൈക്ക് ഒരു പോസിറ്റിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റൂ, അതുപോലെ കാര്യങ്ങളെ ഡീൽ ചെയ്ത് പോകാനും പറ്റുള്ളൂ. ഓക്കെ, എന്ത് പ്രശ്നം വരുമ്പോഴും സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം കാമായിട്ടിരിക്കാം, അപ്പോഴേ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഐ ആം റെഡി ആൻഡ് ഓപ്പൺ ടു റിസീവ് ചേഞ്ച്. ഞാൻ ചാരിറ്റിൻ്റെ കാർഡ് പറഞ്ഞില്ല, ചേഞ്ചസ് വരും നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, തീർച്ചയായിട്ടും ചേഞ്ചസ് വരുന്ന സമയമാണ്. ഓക്കെ, ആ ചേഞ്ചസ് പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവണം. ഓക്കെ, അതിനെന്താണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചില മാറ്റങ്ങൾ വരുന്നു, അതായത് ചിലത് വിട്ട് കളയണം, അല്ലെങ്കിൽ ചിലത് ഉണ്ടായി പോകുന്നു. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ മാറ്റങ്ങൾ വരിക. ഓക്കെ,
ആൻഡ് ഇവിടെ ഐ ഫോർഗിവ് മൈസെൽഫ് ഫോർ മൈ മിസ്റ്റേക്സ്. അവനവനെ എപ്പോഴും മാപ്പ് കൊടുക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ പറ്റാതിരിക്കില്ലല്ലോ. അവനവനെയും മാപ്പ് കൊടുത്തേക്കാം. ഓക്കെ. ആൻഡ് എപ്പോഴും നമ്മൾ മറ്റുള്ളവരെ നമ്മൾ വേഗം മാപ്പ് കൊടുക്കും അല്ലേ, പക്ഷെ അതേപോലെ നമ്മൾ അവനവനെയും മാപ്പ് കൊടുക്കണം. ചിലത് എന്തെങ്കിലും നമ്മുടെ ഭാഗത്ത് നിന്ന് അറിഞ്ഞോ അറിയാതെയോ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ആക്ച്വലി വേറെ ഉള്ളവർക്കായാലും ശരി അവനവനായാലും ശരി മാപ്പ് കൊടുക്കുക എപ്പോഴും. ആൻഡ് ആ ഫൊർഗിവ്നെസ് വന്നാൽ മാത്രമേ നമുക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റൂ ലൈഫിൽ. നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. ആ ഒരു അല്ലാതെ നമ്മൾ ദേഷ്യമോ വെറുപ്പൊക്കെ വെച്ചുകൊണ്ടിരുന്നത് എന്താണ്, അത് നിങ്ങളുടെ ഉള്ളിൽ ഇതിങ്ങനെ എന്താ പറയുക കിടന്നത് നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. വെറുതെ അവനവനെ നമ്മൾ വേദനിപ്പിക്കുകയാണ് ഒരു കാര്യമില്ലാതെ. ഓക്കെ. സോ അത് ലെറ്റ് ഗോ ചെയ്യുക, ഫോർഗീവ് ചെയ്ത് ലെറ്റ് ഗോ ചെയ്യുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്സ് പറ്റുന്നുണ്ടെങ്കിൽ ദൈവത്തിനോട് ക്ഷമ പറയാം, മാപ്പ് ചോദിക്കാം. ഓക്കെ, ലെറ്റ് ഗോ ചെയ്യാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്കൊരു മാറ്റം വരുന്ന ഒരു സമയമായിട്ട് തന്നെയാണ് കാണുന്നത്. സോ 2 ദിവസം ഐ തിങ്ക് ചെറിയ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവാം. ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ ഇതൊക്കെ ഈ അഫർമേഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, ഒരിക്കൽ പറയണം, ഐ ഹാവ് മോർ ദാൻ ഇനഫ്. ഐ ചൂസ് ടു റീപ്ലേസ് വറി വിത്ത് ലവ് ആൻഡ് അക്സെപ്റ്റൻസ്. മൈ മൈൻഡ് ഈസ് കാം ആൻഡ് അറ്റ് ഈസ്. ഇൻ ദിസ് മൊമെന്റ് ഓൾ ഇസ് വെൽ. I am ready and open to receive change. ഇതും കൂടെ വെച്ചോളൂ. I forgive myself for my mistakes. ഓക്കെ. ഓക്കെ, സോ ഇതൊക്കെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നല്ലൊരു ദിവസമാവട്ടെ. നന്ദി, നമസ്കാരം.